നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ തലയണി കവറുണ്ടോ? ഇതുപോലെ പഴയ തലയണി കവർ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ പീസാക്കി എടുക്കുക. അതുകൊണ്ട് നമുക്കൊരു ഉപയോഗമുണ്ട് കേട്ടോ. നമ്മുടെ ചെടികൾ പൂക്കൾ ഇനിയും തിങ്ങി നിറങ്ങി പച്ചക്കറികൾ കായ് പറിച്ച് നമ്മൾ മടുക്കും. 2 ദിവസമായതേ ഉള്ളൂ. ഈ നമ്മുടെ റോസയിൽ നല്ല തളിർപ്പ് വരാൻ തുടങ്ങി. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇതിൻ്റെ മുട്ട് നീരൂറ്റി കുടിച്ചിട്ട് ആ മുട്ട് പകുതി വിരിയാതെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളെ മുളക് പൊടിയും അതുപോലെ തന്നെ കർപ്പൂരം ഉപയോഗിച്ചുള്ള ഒരു സൊല്യൂഷനായിരുന്നു. നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടാണ്. ആ റോസയ്ക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല റെഡ് കളറുള്ള തളിർപ്പാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തളിർപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോസയിലെല്ലാം ഇഷ്ടംപോലെ നിറയെ മൊട്ടുകളും വരുന്നുണ്ട്. പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാണ് പൂക്കൾ പതിയെ പതിയെ വരുന്നത്. പക്ഷെ മൊട്ടുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റോസ ഇനി ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ റോസ രാവിലെ നല്ല വെയിൽ കൊള്ളിക്കട്ടെ. ഉച്ച കഴിഞ്ഞ് മിക്കയിടത്തും മഴയാണ്. മഴയുള്ളവർ ഇതൊന്ന് മാറ്റി ഒരു സൺഷൈനിലോട്ട് മാറ്റി വെക്കുക. പിറ്റേ ദിവസം രാവിലെയും ഇതുപോലെ തന്നെ വെയിലത്ത് വെക്കുക. ഉച്ച കഴിഞ്ഞ് മഴ സമയത്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ മാറ്റി മറിച്ചും വെച്ചാൽ മാത്രമേ നല്ലതായിട്ട് പൂവിടത്തുള്ളൂ. കാരണം ഈ മുട്ടുകളിലേക്ക് മഴവെള്ളം ഒരുപാട് വീണ് കഴിഞ്ഞാൽ പൂവിടാനായിട്ട് താമസം വരും. ആ വിരിയുന്ന പൂക്കളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും അല്ലേ. റോസയ്ക്ക് മെയിനായിട്ട് നല്ല വെയിൽ വേണമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഇതിലെല്ലാം നല്ല മുട്ടുകളും വരുന്നുണ്ട്, നല്ല തളിർപ്പുകളും വരുന്നുണ്ട്. അപ്പം ഞാനിപ്പം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ഞാൻ സൺഷെയ്ഡിലോട്ട് മാറ്റി ഒരു തണലത്തോട്ട് മഴ പെയ്യാത്ത സ്ഥലത്തോട്ട് മാറ്റി വെക്കും. പിറ്റേ ദിവസം രാവിലെ എടുത്ത് അതുപോലെ വെക്കും. ഇത്തിരി കഷ്ടപ്പാടാണ്. എങ്കിലും നമുക്ക് നിറയെ പൂക്കൾ കിട്ടണ്ടേ, നിറയെ മുട്ടുകളും വരണമല്ലോ. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യണേ. അതുകൊണ്ട് കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മുട്ട് ഉണ്ടാകുമ്പോൾ അതിലും വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ മുട്ടൊക്കെ വിരിയാതെ വരികയും അതുപോലെ തന്നെ വിരിയുന്ന മുട്ടുകളിൽ പെട്ടെന്ന് പൂക്കൾ ചീഞ്ഞു പോവുകയും ചെയ്യും. ഇന്ന് നമ്മുടെ റോസാ ചെടിക്ക് കൊടുക്കാവുന്ന അടിപൊളി ഒരു വളമാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടിട്ട് വേണം അത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. ഏട്ടാ നമ്മുടെ ഓർക്കിഡ് റോസയൊക്കെ നന്നായിട്ട് കട്ടയ്ക്ക് പൂവായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് വിട്ട റോസയാണ്. നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ വീട്ടിലൊക്കെ പഴയ തലയണി കവറൊക്കെ കാണുമല്ലേ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചിലപ്പോൾ മടക്കിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് നമ്മുടെ ചെടികൾക്ക് ഒരാവശ്യത്തിന് വേണ്ടി എടുക്കാം, ഉപയോഗിക്കാം. നല്ല രീതിയിൽ നമുക്ക് പൂക്കളൊക്കെ തിങ്ങി നിറയും ഇതുപോലെ ചെയ്ത് കൊടുത്താലായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പഴയ മുണ്ടോ അതുപോലെ തന്നെ പഴയ സാരി കഷ്ണങ്ങളോ പഴയ തുണിയോ ഒക്കെ ആയാലും എന്താ കുഴപ്പം? ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തലയണി കവർ നമ്മൾ കറക്റ്റ് രീതിയിൽ നമുക്ക് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. വലിയ മുണ്ടൊക്കെ പെട്ടെന്ന് ഒരുപാട് നീളത്തേക്ക് കീറുന്നതിലും നല്ല ചെറിയ ഒരു തലയണി കവറിൽ നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് ഈസിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കിച്ചണിലുള്ള പച്ചക്കറി വേസ്റ്റുകളാണ് എടുത്തേക്കുന്നത്. ഏത് പച്ചക്കറി വേസ്റ്റും എടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പം അതായത് നമ്മുടെ മീനും ഇറച്ചിയൊന്നും എടുത്തിട്ടില്ല, പച്ചക്കറി വേസ്റ്റ് മാത്രം. എന്നിട്ട് ഇതുപോലെ നമുക്ക് എത്രയാണ് ആവശ്യമുള്ള ആ ഒരു കറക്റ്റ് വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് മിക്ക ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. ഇനി നമുക്ക് അതിലേക്ക് നല്ലൊരു വളക്കൂട്ടാണ് നമ്മൾ ഇടുന്നത് അതിൻ്റെ കൂടെ. എന്തായാലും ഞാൻ കാണിക്കുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തു പോണേ. ഇതിലേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടെയുള്ള ഒരു വളക്കൂട്ട് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി ഉണക്കി വെച്ചതാണ്. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ചാണകപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് ഇത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു കിഴി പോലെ കിട്ടുക. അതായത് ഇതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളൊന്നും കയറാതെ, അതായത് ജീവികളോ പ്രാണികളോ ഒന്നും കയറാതെ നമ്മളിതിന് കെട്ടി വെക്കണം കേട്ടോ. നമ്മളിതിന് കെട്ടി വെച്ച് നല്ല സുരക്ഷിതമായിട്ട് തന്നെ കെട്ടി തന്നെ വെക്കണം. എന്നാൽ മാത്രമേ അതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 കിഴിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം പച്ചക്കറിക്കും ഒരെണ്ണം നമ്മുടെ റോസിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിക്കാം. ഇത് വെച്ചതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കിഴിയും ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുമ്പോൾ ഇതിൽ കെട്ടി വെക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ആ രീതിയിൽ ഇത് ആ വേസ്റ്റ് ഒന്നും കാണാത്ത രീതിയിൽ ഒന്ന് കെട്ടി വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ.
ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറൊരു കാര്യം കൂടെ, ഈ പ്രത്യേകിച്ച് എല്ലായിടത്തും മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ സമയത്ത് നമ്മൾ ഇതുപോലൊരു കിഴി പോലെ കെട്ടി വെക്കുകയാണെങ്കിൽ ഈ വേസ്റ്റ് ഒന്നും ചീഞ്ഞ് ഈ ചേവോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ നമ്മുടെ ചെടിയുടെ കൂടുതൽ നല്ല വൃത്തിയായിട്ടും അതുപോലെ തന്നെ ചെടിയിൽ നല്ല എല്ലാ പ്രോട്ടീനും കാര്യങ്ങളും അതിൽ ഇറങ്ങിക്കോളും. നല്ലൊരു ഫെർട്ടിലൈസറായി മാറിക്കോളും. ഇത് നല്ല അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു കമ്പോസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോൾ നമ്മൾ അത് അഴിച്ചിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ ഒന്ന് കിളച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ ഞങ്ങളിവിടെ നല്ല മഴയാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണ്. നല്ല റിസൾട്ടാണ്. ഇതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ തൊലിയും ബീട്രൂട്ടും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ കിഴി കെട്ടി വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ എൻ്റെ റോസയുടെ ചൂടാണ് ഞാൻ ഇതുപോലെ കിളച്ചിട്ട് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെച്ച് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനകത്തേക്ക് നല്ല ഗുണങ്ങൾ, അതായത് അതിൻ്റെ പോഷക ഗുണങ്ങൾ, പൊട്ടാഷ്യം, കാൽസ്യവും, മിനറൽസും, എല്ലാ പ്രോട്ടീൻസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വളക്കൂട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് സെറ്റായി കഴിയുമ്പോഴത്തേനും ഇതൊന്ന് നന്നായിട്ട് വന്നോളും. നല്ല ഹെൽത്തി ആയിട്ടും നല്ല പച്ചപ്പായിട്ടും ഇതുപോലെ തന്നെ മുട്ടുകളും പൂക്കളും ഒക്കെ ധാരാളം ഉണ്ടാകും. ഇപ്പം പച്ചക്കറികളെ സ്നേഹിക്കുന്ന ആൾക്കാരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും ഇത് നല്ലൊരു യൂസ്ഫുള്ളായ കാര്യമാണ്. ഇതുപോലെ തക്കാളിക്കൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ തന്നെ പൂ ഇടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഒരു കിഴി കെട്ടി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. നല്ല വിളവെടുക്കാൻ സാധിക്കും തക്കാളിയിലൊക്കെ. ഇതിപ്പോൾ ഒരു ചെറിയ തക്കാളിത്തെ കൊണ്ടുവച്ചതാണ്. നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഇതുപോലെ വെച്ചിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. ഇനിയിപ്പം വെള്ളമൊക്കെ ഒഴിക്കുമ്പം ഇതും നല്ല രീതിയിൽ നല്ല തളർപ്പും കാര്യങ്ങളും വന്നിട്ട് ഒരുപാട് പൂക്കളൊക്കെ ഇട്ട് നല്ല കായ്ഫലം തരാനുള്ള നല്ലൊരു ഇതാണ് ഈ ഒരു വളക്കൂട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോകളിലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ആഴ്ചയിലും മാസത്തിലും 15 ദിവസം കൊണ്ടുമൊക്കെ മാറി മാറി ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.